ഇന്നലെ ഈ ജയിലിൽ കിടക്കുന്ന സമയത്ത് അനുമോളെ അത്യാവശ്യം നല്ല പോലെ തന്നെ അക്ബറും രന ഫാത്തിമയും ഒക്കെ കളിയാക്കാനും പ്രവോക്ക് ചെയ്യാനും ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഈ ഗെയിമിന്റെ ഭാഗമാണ്. കളിയാക്കലുകളും പ്രവോക്ക് ചെയ്യുക, എതിരാളിയെ മാനസികമായി തളർത്തുക എന്നൊക്കെ പറയുന്നത് ഗെയിമിന്റെ ഭാഗമാണ്. പക്ഷേ കുറച്ച് ആളുകൾ ചേർന്ന ഒരാളെ മാത്രമായി ടാർഗറ്റ് ചെയ്ത് അത് ചെയ്യുമ്പോഴാണ് അതിനൊരു പ്രശ്നം ഉണ്ടാവുന്നത്. ഈ സമയത്ത് ഞാൻ ഇന്നലെ ശ്രദ്ധിച്ചൊരു കാര്യം, അനീഷ്, നമ്മൾ സാധാരണ വീട്ടിനകത്ത് കാണുന്ന ഒരു അനീഷ് ഇങ്ങനെ അല്ല. ശരിക്കും ജയിലിനകത്ത് കിടന്ന അനീഷ് ഇവര് ഈ അനുമോളെ ഇങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ ശ്രമിക്കുകയും ഇമോഷണലി തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ അനുമോള് പലപ്പോഴും അറിയാമല്ലോ, ഒരു 10 പ്രാവശ്യം കരഞ്ഞു കാണും, പിന്നെ കുറെ തവണ മാനസികമായി തകർന്നിരിക്കുന്നു. ഈ സമയങ്ങളിലൊക്കെ ആ വന്ന് കളിയാക്കാൻ ശ്രമിച്ചവരെ അനീഷ് പലതും അങ്ങോട്ട് പറയുകയും അതുപോലെ തന്നെ അനീഷ് അനുമോൾക്ക് ഒരു മെന്റൽ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്യുന്നത് ഇന്നലെ പ്രത്യേകമായിട്ട് തന്നെ ഞാൻ നോട്ട് ചെയ്തിരുന്നു. കാരണം അനീഷ് അങ്ങനെ അല്ല, സാധാരണ രീതിയിൽ അനീഷ് അങ്ങനെ പെരുമാറുന്ന ഒരാളല്ല. പക്ഷെ ഇന്നലെ അനീഷ് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന കണ്ടു. ഒരു പക്ഷേ അനീഷ് ഗെയിമിനെ മനസ്സിലാക്കി തന്നെ ആയിരിക്കാം അത് ചെയ്തിട്ടുണ്ടാവുക. എന്താണെങ്കിലും ജയിലിൽ കിടന്ന അനീഷും അനുവും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അവർ തമ്മിൽ വലിയ വഴക്കുകൾ നടന്നതാണ്. അത് കുറച്ചെങ്കിലും കുറയാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം.